കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൗത്ത് ആഫ്രിക്ക പര്യടനം ടെസ്റ്റ് പരമ്പര ഈ ആഴ്ച തുടങ്ങാനിരിക്കെ ഇന്ത്യയുടെ തോൽപ്പിച്ച ആരാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂപ്പർ ഓൾറൗണ്ടർ സുരേഷ് റെയ്ന. രണ്ട് ക്രിക്കറ്റ് ടെസ്റ്റിനെ പറ്റി സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ WCC ഫൈനലിൽ ഒരു ടെസ്റ്റ് പോലും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഇന്ന് ഇതുവരെ തോറ്റിട്ടില്ല. ഇന്ത്യ ആകട്ടെ 2-2 ഇംഗ്ലണ്ടിന് സമനിലയിൽ കൊടുക്കുകയും വെസ്റ്റ് ഇൻഡീസിനെ 2-0 പൊട്ടിച്ച് കൈ കൊടുക്കുകയും ചെയ്തിരുന്നു. ആവട്ടെ സിംബാബ്വെ, പാകിസ്ഥാൻ എന്നീ 2 ടീമുകൾ തൂത്തുവാരിയാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. ഇന്ത്യയിലെ സ്റ്റാർ ബാറ്ററും വൈസ് ക്യാപ്റ്റനുമായ ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയുടെ എക്സ് ബാറ്ററായിട്ട് സുരേഷ് റെയ്ന ചൂണ്ടിക്കാണിച്ചത്. ഇതിനുള്ള കാരണം അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്ത്യയായിട്ടുള്ള എല്ലാ ടെസ്റ്റ് പരമ്പരയിലും നിർണായക സാന്നിധ്യമാകാൻ ഋഷഭ് പന്തിന് സാധിച്ചിട്ടുണ്ടെന്നും ഈ ഗ്രൗണ്ട് ചെറുതാണെന്നും അത് ഋഷഭ് പന്തിനെ പോലൊരു ബാറ്റ് സ്റ്റൈലി പിന്തുടരുന്ന ബാറ്റ്മാനെ തുണയ്ക്കുമെന്നും സുരേഷ് റെയ്ന കണക്കുകൂട്ടുന്നു. സമയം ഇതേ പ്രോഗ്രാമിൽ സ്റ്റാർ സ്പോർട്സിൽ ചർച്ചയ്ക്ക് വന്ന അഭിഷേക് നായർ ചൂണ്ടിക്കാണിച്ചത് 2 പേരെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ എപ്പോഴും ഞാൻ 2 പേരെ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞു. മറ്റാരുമല്ല, ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായ ഗില്ലും ഋഷഭ് പന്തിനെയാണ് അഭിഷേക് നായർ തിരഞ്ഞെടുത്തത്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കെതിരെ ഇടയിൽ അദ്ദേഹത്തിന് ഋഷഭ് പന്തിന് കാലിന് പരിക്കേറ്റിരുന്നു. തുടർന്ന് 4-5 പരമ്പരയിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്തിരുന്നു. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഋഷഭ് പന്ത് വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതിനുശേഷം വെസ്റ്റ് ഇൻഡീസായിട്ട് 2 ടെസ്റ്റ് പരമ്പര നാട്ടിൽ നടന്ന അദ്ദേഹത്തിന് മിസ്സായിരുന്നു. ഇപ്പോൾ പരിക്കിന് ശേഷം ഋഷഭ് പന്ത് വീണ്ടും ഫിറ്റ്നസ് വീണ്ടെടുത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്ന സമയമാണിത്. ഋഷഭ് പന്തിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിക്ക് വേട്ടയാടുന്നത് ഋഷഭ് പന്തിൻ്റെ കരിയറിനെ ബാധിക്കുന്നുണ്ടെന്നും ഷോർട്ട് കരിയറാവാൻ സാധ്യതയുണ്ടെന്നും അഭിഷേക് നായർ അഭിപ്രായപ്പെട്ടു. മറ്റ് 2 ഫോർമാറ്റിനെയും അപേക്ഷിച്ച് വൈസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തിന് ഏറ്റവും മികച്ച റെക്കോർഡുള്ളത് ടെസ്റ്റ് ഫോർമാറ്റിലാണ്. ായിട്ടുള്ള അനൗദ്യോഗിക ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ നയിച്ചത് ഋഷഭ് പന്തായിരുന്നു. ബാറ്റിങ്ങിൽ അദ്ദേഹം മിന്നിക്കുകയും ചെയ്തു. 4 ഇന്നിങ്സിലായി 196 റൺ ആണ് അദ്ദേഹം അടിച്ചത്. ഇന്ത്യൻ ടീമിൽ മാത്രമല്ല പരമ്പരയിലെ ബൗളിംഗ് നിർണായക സാന്നിധ്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 2 പേരെയാണ് സുരേഷ് റെയ്ന പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ടെസ്റ്റ് ബുംറയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡിംഗ് പ്ലെയർ എന്ന് ആണ് സുരേഷ് റെയ്ന കാണുന്നത്. സുരേഷ് റെയ്ന അഭിപ്രായപ്പെട്ടു. കാരണം രാവിലെ 8:30 മത്സരം തുടങ്ങുന്നത്. ഈ സമയം വ്യത്യസ്ത ബോളിംഗ് ലഭിക്കുകയും ചെയ്യും. ജസ്കുമാറിനെ കൂടാതെ മറ്റൊരു താരം ചൈന സ്പിന്നർ കുൽദീപ് യാദവാണ് സുരേഷ് റെയ്ന തെരഞ്ഞെടുത്ത മെച്ച താരം ാണ് സുരേഷ് റെയ്നയും അഭിഷേക് നായരും പറഞ്ഞത്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ഈ പരമ്പരയിൽ തിളങ്ങുന്ന നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സമയം ഡേറ്റൊക്കെ വന്ന
നവംബർ 14 വെള്ളിയാഴ്ച രാവിലെ 9:30 ഇന്ത്യൻ സമയം മത്സരം തുടങ്ങും. സൗത്ത് ആഫ്രിക്ക സമയം 8:30 തുടങ്ങും. പിന്നെ സംപ്രേഷണം സ്റ്റാർ സ്പോർട്സ് 1-ലും ജിയോ ഹോട്ട്സ്റ്റാറിലും തത്സമയം കാണാൻ സാധിക്കും.